കാസർഗോഡ് പാതിവില തട്ടിപ്പ് കേസ് ജില്ലാ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും. പ്രാഥമിക അന്വേഷണം തുടങ്ങിയതായി ക്രൈംബ്രാഞ്ച് അറിയിച്ചിട്ടുണ്ട്. വായനശാല വഴി 33 ലക്ഷം തട്ടിയെടുത്തു എന്ന പരാതിയിൽ മൈത്രി വായനശാല ഭാരവാഹികളുടെ മൊഴിയെടുത്തു. കേസിൽ കൂടുതൽ പരാതിക്കാർ ഉണ്ട് എന്നാണ് അന്വേഷണ സംഘം കരുതുന്നത്. അരുൺ പാറക്കൽ കാസർഗോഡ് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺ, ഈ ക്രൈംബ്രാഞ്ച് ഇതിന്റെ അന്വേഷണം ഏറ്റെടുക്കും എന്ന തരത്തിലൊക്കെയുള്ള വിവരങ്ങൾ അന്തരീക്ഷത്തിലുണ്ട്. അതിനിടയിൽ ഈ കാസർഗോട്ടെ ഏതു പരാതിയിലാണ് ഇപ്പോൾ അന്വേഷണം വരാൻ പോകുന്നത്? ജില്ലാ ക്രൈംബ്രാഞ്ചിന്റെ ഇതുമായി ബന്ധപ്പെട്ടുള്ള നീക്കം എങ്ങനെയാണ്? റിജിത്ത്, കുമ്പടാജ പഞ്ചായത്തിലെ മൈത്രി വായനശാല വഴി 33 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിലാണിപ്പോൾ ജില്ലാ ക്രൈംബ്രാഞ്ച് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. ഈ മൈത്രി വായനശാല ഭാരവാഹികളാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു മാസ് പെറ്റീഷൻ ജില്ലാ പോലീസ് മേധാവിക്കും മുഖ്യമന്ത്രിക്കും നൽകിയത്. ഈ പരാതിയിലാണ് ഇപ്പോൾ ഈ ജില്ലാ ക്രൈംബ്രാഞ്ച് കേസ് അന്വേഷിക്കുന്നത്. പ്രാഥമിക അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ഡിവൈഎസ്പി ഉത്തം ദാസിനാണ് അന്വേഷണ ചുമതല. ഈ ഭാരവാഹികളിൽ നിന്ന്, മൈത്രി വായനശാലയുടെ ഭാരവാഹികളിൽ നിന്ന് പോലീസ് അന്വേഷണ സംഘം മൊഴിയെടുത്ത് തുടങ്ങി. മാത്രമല്ല 2024 മാർച്ച് ഏപ്രിൽ മാസങ്ങളിലാണ് ഇതുമായി ബന്ധപ്പെട്ട തട്ടിപ്പ് നടന്നത്. 2023 ഈ ആനന്ദകുമാറും അതുപോലെ തന്നെ അനന്തു കൃഷ്ണനും ഈ മൈത്രി വായനശാലയിൽ വഴി രജിസ്റ്റർ ചെയ്ത ആളുകൾക്ക് കുറച്ച് സ്കൂട്ടറുകളും അതുപോലെ തന്നെ ലാപ്ടോപ്പും തയ്യൽ മെഷീനും ഒക്കെ നൽകിയിരുന്നു. ഇതിനെ പിൻപറ്റിയാണ് മറ്റ് ആളുകളും ആവശ്യക്കാരും എത്തിയത്, പണം നിക്ഷേപിച്ചത്. പിന്നീട് 2024 മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ നടന്ന ഈ പണപ്പിരിവിന് ശേഷം ഈ സ്കൂട്ടറുകളും തയ്യൽ മെഷീനും അതുപോലെ തന്നെ ലാപ്ടോപ്പും നൽകാൻ ഈ കമ്പനി തയ്യാറായില്ല. അനന്തകൃഷ്ണൻ നേതൃത്വത്തിലുള്ള ചാരിറ്റബിൾ സംഘടന തയ്യാറായില്ല എന്ന പരാതിയാണ് നൽകിയിരിക്കുന്നത്. എന്തായാലും ആ പരാതിയിൽ ഇപ്പോൾ അന്വേഷണം തുടങ്ങിയിരിക്കുന്നു. പ്രാഥമിക മൊഴിയെടുപ്പ് തുടങ്ങിയിരിക്കുന്നു. റിജിത്ത്, ശരി. അരുൺ പാറക്കൽ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു കാസർഗോഡ്.